സ്വർണ്ണക്കൊള്ളയിൽ വാർത്ത നൽകിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ ഭീഷണിയുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. അധികാരത്തിലെത്തിയാൽ ചാനലിനെതിരെ അന്വേഷണം നടത്തുമെന്നാണ് ഭീഷണി. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അധികാരത്തിൽ വന്നാൽ അടച്ചുകൂടുന്നൊക്കെ പറയുന്നത് ജനാധിപത്യപരമായ ഒരു ചോദ്യമാണോ? അത് ആ കാര്യത്തെ ഏകപക്ഷീയമല്ല. ആ കാര്യത്തെക്കുറിച്ച് തൻ്റെ അടുത്തോടുകൂടി പറയുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ മരമുറി ചാനൽ കാണിച്ചിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ പുറത്തു ഞങ്ങൾ കൊണ്ടുവരും. മരമുറിയെക്കുറിച്ചുണ്ട് പറയാനുണ്ട്, അതേക്കുറിച്ചുകൂടെ ചോദിക്കും. അല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ചാനൽ അടച്ചുപൂട്ടെന്ന് പറയുന്നത് ശരിയാണോ? ഒരു ചാനലിനെ ഭീഷണി, അങ്ങനെ അത് ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമല്ലേ? ഞങ്ങൾ അധികാരത്തിലെത്തിയ ഒരു ചാനൽ പൂട്ടിക്കും സമ്മതിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരു കോൺഗ്രസ് എപ്പോഴും മാധ്യമങ്ങളെ വളർത്തുകയും ഇതാക്കുകയും ചെയ്തൊരു സ്ഥാപനമല്ലേ? നിങ്ങൾ അങ്ങനെ ആക്കുന്നത് ശരിയാണോ? അങ്ങോട്ട് മാറുന്നേ. വാർത്ത നൽകി എന്നതിന്റെ പേരിലാണ് ഇന്നലെയും ഇന്നുമായി UDF കൺവീനർ അടൂർ പ്രകാശ് റിപ്പോർട്ടർ ടിവിക്കെതിരെ തിരിഞ്ഞത്. വെല്ലുവിളിയും ഭീഷണിയും അധിക്ഷേപവുമാണ് നടന്നത്. അസഹിഷ്ണുതയാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്ന് വ്യക്തമാണ്. വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്നതിന് ശേഷം ആദ്യത്തെ പ്രതികരണം, അതിൽ രൂക്ഷമായി പ്രതികരിക്കുന്നു. തൊട്ടു പിന്നാലെ അടുത്തൊരു പ്രതികരണം നടത്തുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ക്ഷുഭിതനാകുന്ന അടൂർ പ്രകാശിനെ കാണുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെ കാണുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലെ അസഹിഷ്ണുത വല്ലാതെ കാണുന്നുണ്ടല്ലേ പ്രതികരണത്തിൽ? അങ്ങനെ തന്നെയാണ് അടൂർ പ്രകാശിനെതിരെ പുറത്തു വന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പല തെളിവുകൾ. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുപ്പമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിലേക്ക് പലതവണ അടൂർ പ്രകാശ് എത്തിയെന്ന അയൽവാസിയുടെ പ്രതികരണം, ഇതൊക്കെ റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. ആ ഘട്ടത്തിൽ പുറത്തുവന്ന ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, ഇതിനൊന്നും കൃത്യമായ ഉത്തരം പറയാൻ UDF കൺവീനർ കൂടിയ അടൂർ പ്രകാശിന് കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ ഉത്തരം മുട്ടുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറിനെതിരെ തുടർച്ചയായി, ഇത് മൂന്നാം വട്ടമാണ് തുടർച്ചയായി റിപ്പോർട്ടർ ടിവിയുടെ പേര് പറഞ്ഞ ഭീഷണിയുമായി അടൂർ പ്രകാശ് രംഗത്ത് വരുന്നത്. അടൂർ പ്രകാശ് ജനപ്രതിനിധിയാണെന്ന് പല ഘട്ടത്തിലും മറന്നുപോകുന്ന തരത്തിലാണ് ഭീഷണി ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായുള്ള ഭീഷണിയാണ്. ഏറ്റവും ഒടുവിൽ ചാനൽ പൂട്ടിക്കും എന്ന മുന്നറിയിപ്പാണ് അടൂർ പ്രകാശ് നൽകുന്നത്. UDF അധികാരത്തിലെത്തിയാൽ അങ്ങനെ ഒരു നീക്കം അടൂർ പ്രകാശിന്റെ ഭാഗത്തുണ്ടാവും, അതിന് മുൻകൈ എടുക്കുമെന്ന് അടൂർ പ്രകാശ് പറയുമ്പോൾ ഈ കാര്യത്തിൽ UDFന്റെ ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയൊക്കെ നിലപാട് എന്താണെന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള തെളിവുകളും റിപ്പോർട്ടർ പല ഘട്ടങ്ങളിലായി പുറത്തുവിട്ടതാണ്. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുടെ തെളിവുകൾ പുറത്തുവിട്ടതിനാണോ ഇങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ UDFനെതിരെ റിപ്പോർട്ടറിനെതിരെ അന്വേഷണം നടത്തുന്നതെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും അടൂർ പ്രകാശിനെതിരെ ഒട്ടേറെ തെളിവുകൾ വന്നപ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം. മാത്രവുമല്ല, അന്വേഷണ സംഘമാകട്ടെ അടൂർ പ്രകാശിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഭീഷണിയുടെ സ്വരം അടൂർ പ്രകാശ് റിപ്പോർട്ടിനെതിരെ ഉയർത്തുന്നത്. ഓക്കെ, 2 ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു പ്രതികരണമാണ്, ഒരു ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിവരങ്ങളാണ് റോഷിപാൽ നൽകിയത്.